കുറേ വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും നിങ്ങൾ ആ ഒരു തുടങ്ങിയത്? 12 വയസ്സ്. ആ 12ാമത്തെ വയസ്സിൽ എങ്ങനെ കണ്ടുമുട്ടി വിഷ്ണുവിനെ? ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട. ഫേസ്ബുക്കിൽ ഞാനാ മെസ്സേജ് അയച്ചത്. ഞാനാണോ അല്ലേ? പിന്നെ ഞാനാ മെസ്സേജ്. ഈ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഞ്ജുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ റെഡിയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ച് ഫോണിൽ കൂടെ വിളിയില്ല, ഒന്നുമില്ല. ഫ്രണ്ട്സ് ഉള്ളപ്പോൾ പിന്നെ 24 മണിക്ക് ആദ്യം അവൻ്റെ ഒപ്പം കുറേ നടന്നതല്ലേ, ഇനി കുറച്ച് ഇവൾക്ക് വേണ്ടി നടക്കാമെന്ന് തീരുമാനിച്ചു. ഇതിന്റെ പേരിൽ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്നുള്ളതാ. ഇവളുടെ അമ്മ വിളിച്ചിട്ട് ഇന്നുപോലെ എനിക്ക് നിന്നെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളാം, ഇവളിനോട് വെച്ചിട്ട് പോയിക്കോളാം. ഞാൻ ഇവളിനെ വിളിച്ച് ചോദിച്ചു, എടി എന്തെങ്കിലും സീനാണോ, കലിപ്പാക്കുമോ നിന്റെ അമ്മേൻ്റെ സ്വഭാവമാണോ? ഇപ്പോൾ പറഞ്ഞു കലിപ്പൊന്നുമില്ല, അമ്മ നല്ല മൂഡിലാണ് പറഞ്ഞു. വന്ന് നല്ല മൂഡിൽ അങ്ങോട്ട് കയറ്റി വിട്ടു ജയിലിക്ക്. ഭയമുണ്ട്. 9 മാസം അതിൻ്റെ അകത്ത് കിടന്നപ്പോ ശരിക്കും എങ്ങനെ അത് അതിജീവിച്ച് ആ 9 മാസം? അതാണ് വീടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കുറച്ച് ഞാൻ കരഞ്ഞു. ഇവളൊക്കെ പോയി വിചാരിച്ച്. നല്ല ഫുഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അടിച്ചു പൊളിച്ചു. ശരിക്കും അന്ന് നടന്ന കാര്യങ്ങൾ തന്നെയാണോ ഈ വാർത്തയായിട്ടൊക്കെ വന്നിരുന്നത്? അല്ല പോലീസുകാരല്ല, ഒരു പേന മതിയല്ല. ആദ്യം കേസ് സ്ട്രോങ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് എഴുതി വിട്ടാണ്. പൊതു സ്ഥലത്ത് വെച്ച് കാമുകിയുടെ അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ച് മദ്യം കഴിക്കാൻ പേസ് വെച്ച് കാമുക എന്നൊക്കെ പറഞ്ഞു. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു കപ്പിളാണ്. മറ്റാരുമല്ല, വിഷ്ണു ആൻഡ് അമയ. ഹലോ. ഹലോ. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകണം. അതാ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര പതുക്കെയൊക്കെ സംസാരിച്ച് കുറച്ച് അധികം മിണ്ടാത്ത ഒരാളാണ്. ഇപ്പൊ വളരെ സുഖമായിട്ടൊക്കെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. ഇപ്പൊ എല്ലാവരോടും ഇങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ മിണ്ടല്ലേ? അതിന് മെയിൻ കാരണം എന്താണ്? വിഷ്ണു തന്നെയാണോ? അങ്ങനെയും പറയാം. നിങ്ങളുടെ സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ വിഷ്ണുവിനൊപ്പം ആണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ വിഷ്ണുവിനൊപ്പം നിൽക്കുമ്പോഴത്തേക്കിന് ഇതുവരെയായിട്ടും ലൈഫിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കിട്ടിക്കാണുമല്ലോ. അപ്പൊ ഇപ്പോ ഈ ആളുകളോടൊക്കെ സംസാരിക്കാനും ഇടപെടാനൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടുമല്ലേ, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ഡെയിലി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്? ഡെയിലി അങ്ങനൊന്നും പറഞ്ഞു തരത്തില്ല. പിന്നെ അങ്ങനൊന്നും പറഞ്ഞു തരത്തില്ല. ഞാനേ എപ്പോഴും പറയത്തുള്ളൂ. അങ്ങോട്ട് പറയുമോ? എന്താ പറയുന്നത് വിഷ്ണു? എന്ത് പറയണേ, വരുമ്പോ പണി വിട്ട് വരുമ്പോ കേക്ക് വാങ്ങിട്ട് പോവാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. തിന്നാനുള്ള കാര്യം മാത്രം പറയുള്ളൂ, വേറുള്ള കാര്യങ്ങളൊന്നും പറയാൻ. വേറൊരു കാര്യങ്ങളൊന്നും പറയാറില്ലേ? അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാ വിഷ്ണുവിനോട് അമ്മയെ പറയാറുള്ളത് വാങ്ങിച്ചിട്ട് വരണം എന്നൊക്കെ? അത് ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസ് ആണോ? എന്താ അമ്മയൊക്കെ ഏറ്റവും ഇഷ്ടം വിഷ്ണു? മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അങ്ങനത്തെ കേക്ക് ഐറ്റംസ് കുറെ ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി ഞാനാണ് ഭ്രാന്ത്, അവളിനെയും കാട്ടി. പക്ഷെ അവളും കഴിക്കും. ആണല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അത് വാങ്ങിച്ചോണ്ട് കൊടുക്കാറുണ്ടോ? വൈകിട്ട് കൊടുക്കാറുണ്ട്, കൊടുക്കും. എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ടല്ലേ? ഇപ്പൊ നമ്മള് ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഇവർ കുറേ വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പോ എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും നിങ്ങൾ ആ ഒരു തുടങ്ങിയത്? ഞങ്ങള് 12 വയസ്സ്. 12 വയസ്സ്. അമ്മയ്ക്ക് 12 വയസ്സുള്ളത്. അമ്മയുടെ ശരിക്കുള്ളവർ അഞ്ജു എന്നാണ് കേട്ടോ. ഞാൻ അഞ്ജു എന്ന് തന്നെ വിളിക്കുകയല്ലേ. എനിക്ക് അമ്മയെന്ന് വിളിക്കുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ സംസാരിക്കുന്നതല്ലേ. അപ്പൊ അഞ്ജു നമ്മൾ എനിക്ക് ലൈറ്റായിട്ട് സംസാരിച്ചോ. അപ്പൊ അഞ്ജു, ആ 12ാമത്തെ വയസ്സിൽ എങ്ങനെ കണ്ടുമുട്ടി വിഷ്ണുവിനെ? ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട. ഫേസ്ബുക്കിൽ ഞാനാ മെസ്സേജ് അയച്ചത്. ഞാനാണോ അല്ലേ? പിന്നെ ഞാനാ മെസ്സേജ് അയച്ചു. ഞാൻ ഹായ് അയച്ചു. പിന്നെ അവിടുന്ന് റിപ്ലൈ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പരിചയപ്പെട്ടതാ. പിന്നെ കുറച്ച് ഫ്രണ്ടായിരുന്നു. പിന്നെ ലവിലോട്ടായി. ഈ 12ാമത്തെ വയസ്സിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഫോണൊന്നും കാണത്തില്ല. അമ്മയുടെ ഫോണിൽ നിന്നാണോ? അമ്മയുടെ ഫോണായിരുന്നു. അമ്മയുടെ ഫോണിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ മെസ്സേജ് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് അതിലേ മെസ്സേജ് ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ക്രഷ് തോന്നി. അങ്ങനെ മെസ്സേജ്. 12ാമത്തെ വയസ്സിൽ ക്രഷ് അടിച്ചു വിഷ്ണുവിനോട്. ശരിക്കും അന്ന് ക്രഷ് അടിക്കാൻ വിഷ്ണുവിന്റെ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് വിഷ്ണുവിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉള്ള വിഷ്ണുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് എങ്ങനത്തെ ലുക്ക്? ആ സമയത്ത് മുടിയൊക്കെ ഉണ്ടായിരുന്നു, മുഖത്തൊക്കെ സ്റ്റെഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ മൂക്കൂത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും സ്റ്റെഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പോയി. ഇപ്പൊ എല്ലാം ഊരി. അതും വിളന്റെ കാരണം എല്ലാം ഊരിക്കോ വണ്ണ് പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം ആ പ്രായത്തില് ഇഷ്ടപ്പെട്ടത് അതൊക്കെ കണ്ടിട്ടല്ലേ? അതൊക്കെ കണ്ടിട്ടാണ്. പിന്നെ ആൾക്കാര് കഞ്ചാവ് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിലും എന്റെ വീട്ടുകാരൊക്കെ പറയും. വീഡിയോ ഇട്ടപ്പോ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഇതുകൂടെ കണ്ട പിന്നെ പറയണ്ട, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അതൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ മര്യാദക്കാക്കി. മുടി എന്താ ചെയ്തിരുന്നത്? മുടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3-4 ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമൽ ഹെയറിന് എത്ര ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ
കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അപ്പൊ അതിന് മുമ്പേ? അതിന്റെ മുന്നേ തന്നെ ഇവള് അയക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് തരിയുടെ പണി എനിക്ക് ഇവള് അയക്കാൻ പറയുന്ന സമയത്ത് അയച്ചു മാറ്റിയിട്ട് ഞാൻ പുറത്താണ് പിന്നെ കൊട്ടാനൊക്കെ പോണ സമയത്ത് അപ്പോഴൊക്കെ ഫുള്ളും എടുത്തിടും. അപ്പൊ ഇവള് വീഡിയോ കോൾ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് അപ്പൊ പെട്ടുപോയി. ഇപ്പടാന്ന് വിളിച്ചപ്പോ ഇത് മൊത്തം ഊരി മാറ്റണം. മൊത്തം 23 ഉണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് അഴിച്ച് കളയണ്ടേ, കുറെ ഉണ്ടല്ലോ. കുറെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പെട്ട്. അപ്പൊ അവള് പറഞ്ഞു സത്യം പറഞ്ഞോ അങ്ങനെയൊന്നും പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നല്ല കലിപ്പായി. അപ്പൊ മൊത്തം അവള് തന്നെ ഫുള്ളായി ഊരി കളഞ്ഞു. ഇവിടെ ഒരിക്കൽ വന്നപ്പോ കളഞ്ഞു. അങ്ങനെ ഇവിടുത്തെ മറൈൻ ഡ്രൈവിൽ തന്നെ കളഞ്ഞു. സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നല്ലോ. അയ്യ സ്വർണ്ണം അവിടെ. ഓക്കെ. അപ്പം ഈ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഞ്ജുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ റെഡിയാണോ? തീർച്ചയായിട്ടും. ആണോ? ഇപ്പൊ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ചു പറഞ്ഞാൽ അങ്ങനെയല്ല, ലിമിറ്റ്. ഫോണിൽ കൂടെ വിളിയില്ല, ഒന്നുമില്ല. കണ്ട ഹായ് ബൈ. ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ച് അഞ്ജു പറഞ്ഞോ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കാൻ? അങ്ങനെയല്ല, ഫ്രണ്ട്സ് ഉള്ളപ്പോൾ പിന്നെ 24 മണിക്ക് ആദ്യം അവൻ്റെ ഒപ്പം കുറേ നടന്നതല്ലേ, ഇനി കുറച്ച് വിളിക്ക് വേണ്ടി നടക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അഞ്ജുവിനൊപ്പം നടന്നൂടെ? പിന്നെ അവള് വിടില്ല. ഫ്രണ്ട്സുമായിട്ട് ഉടായ്പ പരിപാടിയൊക്കെ കുറെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിർത്താൻ പറഞ്ഞതാണ്. കുറെ ഉടായ്പ ഉണ്ട്, കുറെ ഉടായ്പ, കുറെ ഇങ്ങനെ ഫ്രണ്ട്സ് കൊണ്ട് പല അബദ്ധങ്ങളിലും കൊണ്ട് പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഇവനെല്ലാം മോശം ഫ്രണ്ട്സ്. പിന്നെ നീ കണ്ട അങ്ങനൊന്നുമില്ല, കാര്യമായിട്ട് ചുമ്മാ പറയുക. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞു. വിഷ്ണുവിന്റെ ഫ്രണ്ട്സ് എല്ലാം മോശമാണെന്ന് തോന്നാൻ എന്താ കാരണം അഞ്ജു? എല്ലാവരും ഒരേ സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അവരെ കൂടെ ഇരുന്നാ ഇവനും ഒരേ സ്വഭാവത്തിൽ പെടും. അപ്പൊ അത് ഞാൻ പിന്നെ ഒഴിവാക്കി വിട്ടു, മനപ്പുറം ഒഴിവാക്കിയതാ. ഞാൻ അവളുടെ കേസിൽ കയറിയപ്പോ ആരും ഇല്ല, മനസ്സിലായി. വീട്ടുകാരും ഇല്ല, കമ്പനിക്കാരും ഇല്ല. അവര് ഫണ്ടിന് മാത്രം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വേണം. നമുക്കൊരു പ്രശ്നം വന്നതിന് നിൽക്കാൻ ആരുമില്ല. അപ്പം നമ്മൾ എന്ത് കാട്ടി, നൈസിൽ നമ്മളെ വേണ്ടത് നമുക്കും വേണ്ട. അപ്പോഴിപ്പം കൂടെ നിന്ന് ഇവളല്ലേ, ഇവളും മതി. അങ്ങനെ ഒരു സമയത്ത് മനസ്സിലായി അല്ലേ? ഇത് ശരിക്കും ഞാനിങ്ങനെ അറിഞ്ഞു കൊറേ ഇതിന്റെ പേരിൽ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്നുള്ളത്. ആ സ്റ്റോറി എങ്ങനെയാണ്, എപ്പോഴാണ്? അതെങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു കമ്പനിക്കാരൻ ഞാൻ കാണാൻ വന്നത്, സ്മോക്കി വേണ്ട ഒരു കമ്പനിക്കാരൻ ഉണ്ടായിരുന്നു. അവനും കുറച്ച് അത്യാവശ്യം പണ്ട് വൈറലായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, പാലക്കാടുകാരനാണ്. അപ്പോൾ അവനെ ഞാൻ കാണാൻ വന്ന സമയത്ത് ലോക്ക്ഡൗൺ സമയമാവും. അപ്പോൾ ഇവള് എവിടെയാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ്. ഞാൻ അപ്പോൾ ആ സമയത്ത് തമിഴ്നാട് വർക്ക് ചെയ്യണം. ഇവളെപ്പോഴും വിളിക്കുമ്പോൾ അപ്പോൾ ഇവള് വിളിക്കുന്ന സമയത്ത് എപ്പോഴും തമിഴാണല്ലോ പറയാം, എടുത്തില്ലെങ്കിൽ. അന്ന് നോക്കി ഞാൻ നാട്ടിലെത്തിയപ്പോൾ മലയാളമാണ് പറഞ്ഞു. അപ്പോൾ നീ എവിടെയാണ്, നാട്ടിലുണ്ടല്ലോ ചോദിച്ചു. അപ്പോൾ ഞാൻ മറൈൻ ഡ്രൈവിലുണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരും പറഞ്ഞു. അപ്പോൾ നമ്മൾ വായോ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഇവളുടെ അമ്മ പറഞ്ഞു, ഇവളുടെ അമ്മ വിളിച്ചിട്ട് ഇന്നുപോലെ എനിക്ക് നിന്നെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളാം, ഇവളിനോട് വെച്ചിട്ട് പോയിക്കോളാം പറഞ്ഞു. ഞാൻ ഇവളിനെ വിളിച്ച് ചോദിച്ചു എടി എന്തെങ്കിലും സീനാണോ, കലിപ്പാക്കുമോ നിൻ്റെ അമ്മേൻ്റെ സ്വഭാവമാണോ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു കലിപ്പൊന്നുമില്ല, അമ്മ നല്ല മൂഡിലാണ് പറഞ്ഞു. വന്ന് നല്ല മൂഡിൽ അങ്ങോട്ട് കയറ്റി വിട്ടു ജയിലിക്ക്, ഭയമുണ്ട്. ഇങ്ങനെ ആ സമയത്തൊക്കെ എത്ര വയസ്സുണ്ട് ജയിലിൽ പോയപ്പോൾ? എനിക്ക് 20 തികയണു. ആണോ? ആദ്യമായിട്ടാണോ ജയിലിൽ പോകുന്നത്? എന്തെങ്കിലും ചെറിയ കേസിൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും കയറി? സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, അതില്ല എന്നല്ല. അതെന്തെങ്കിലുമൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നവും, ചെക്കന്മാരുടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവൻ്റെ ഒപ്പം വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളെയും പിടിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടില്ല എന്നല്ല, ജയിലിൽ കയറിയത് കൊണ്ട് ആദ്യമായിട്ട്. അപ്പം മനസ്സിലായി അങ്ങനെയാണ്, ഇനി പുറലോകം കാണാൻ പറ്റൂല. അങ്ങനെ കടന്ന് ഒരു 9 മാസം കടന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ ഇറക്കി. ആണോ? ഈ 9 മാസം അതിൻ്റെ അകത്ത് കിടന്നപ്പോൾ ശരിക്കും എങ്ങനെ അത് അതിജീവിച്ച ആ 9 മാസം? അതാണ് വീടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അതാണ് വീട്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ആയിട്ട് ഒത്തൊരുമയിച്ചിട്ട് പോകണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കുറച്ച് ഞാൻ കരഞ്ഞു, ഇവളൊക്കെ പോയി വിചാരിച്ച്. അങ്ങനെ കുറേ കരഞ്ഞൊക്കെ ഇങ്ങനെ നിന്ന്, പിന്നെ ആരും വരത്തില്ല, പിന്നെ അതിൻ്റെ ഉള്ളിൽ വിളിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 മാസം കണ്ട് വിളിച്ച് പോയിട്ടൊന്നുമില്ലടാ, അതി സെറ്റായിട്ട് ഇരിക്കേണ്ട, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് മനസ്സിലായി. പിന്നെ എങ്ങനെ ഇറങ്ങണം എന്നായി. അങ്ങനെ അവിടെ പണിക്ക് ഇറങ്ങി, അതിൻ്റെ ഉള്ളിൽ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അടിച്ചു പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ പിള്ളേരുണ്ട്, നമ്മളിപ്പോൾ ചെക്കന്മാരുണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് ഇങ്ങനെ ഹാപ്പി ഉള്ളതുകൊണ്ട് കുറച്ച് ഹാപ്പി ആയിട്ട് പോയി. ചില സമയത്ത് ഇങ്ങനെ ഓർമ്മ വരും, ചില സമയത്തില്ല, നൈറ്റ് കിടക്കുന്ന സമയത്ത് എന്തായാലും ഓർമ്മ വരും. അല്ലെങ്കിൽ പുറത്ത് നടക്കണം, ഈ സമയത്ത് നമ്മൾ പുറത്ത് എങ്ങനെ നടന്നാ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു പൂട്ടി ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്നൊക്കെ തോന്നും. ഈ ഫുഡ് കൊള്ളാന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡ്? എന്തൊക്കെയാണ് ഫുഡ് വെച്ചാൽ ഒരു മെനു പോലെ, ഡൈനിങ് ടേബിൾ പോലെ. തിങ്കളാഴ്ച മീൻ, ബുധനാഴ്ച മീൻ, ശനിയാഴ്ച മട്ടൻ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറി, തീയൽ, അങ്ങനെ ഇങ്ങനെ. പിന്നെ ചപ്പാത്തി, ഇന്ന് ചപ്പാത്തി ആണെങ്കിൽ നാളെ ഉപ്മാവ്, പിന്നെ ചപ്പാത്തി, ഞായറാഴ്ച ദിവസം ഇഡ്ഡലി. അടിപൊളി, സെറ്റാണ്. ഉപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അത് നമ്മൾ കിച്ചണിൽ നിന്ന് നെയ്സിൽ സാർമാൻ്റെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാർമാരെ തരും. അപ്പോൾ ആ ഉപ്പിട്ട് കഴിക്കാൻ.
ഇപ്പൊ ഈ സമയത്തൊക്കെ ഇങ്ങനെ 9 മാസം അകത്ത് ആയ സമയത്തൊക്കെ അമ്മയൊക്കെ എങ്ങനെ ആ സമയം എന്ത് ചെയ്തേ? ആദ്യം എനിക്ക് ഫസ്റ്റ് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അമ്മയെ കരഞ്ഞ് കാല് പിടിച്ച് ഇറക്കിച്ച്. പിന്നെ ഞാൻ തന്നെ ഇറക്കിയത്. അതും കുറേ കഴിഞ്ഞിട്ടാണ് ഇറക്കിയത്. അമ്മ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇറക്കിച്ച് ഇറങ്ങിയ ആള്. ഈ 9 മാസത്തിനിടയ്ക്ക് ഇങ്ങനെ ഇനി പുറത്തിറങ്ങുമ്പോൾ അഞ്ചു അവിടെ കാണുമോ, അതോ ഇനിയും പോവോ വിട്ടിട്ട് എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മനസ്സിൽ. അത് ഒരു മനുഷ്യന്റെ മനസ്സല്ല, എങ്ങനെ വേണമെങ്കിൽ മാറാല്ല. ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടും, കിടക്കുമ്പോൾ ഇങ്ങനെ മേലെ നോക്കി കിടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുമോ ഇനി നമ്മൾ ഇറങ്ങും വലിയ ഇവിടെ പോകുമോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ പേടിപ്പിക്കണടാ ഈ കേസാണ് കേട്ടോ, എനിക്ക് ലൈഫ് അടിക്കും, ജീവിതത്തിൽ ഫുൾ അകത്ത് കിടക്കേണ്ടി വരും, നമ്മൾ ആദ്യമായിട്ട് കയറിയല്ലേ. ഇങ്ങനെയൊക്കെ എല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സങ്ങോട്ട് ഫുള്ളും വെപ്പറാളടിച്ച് പോകും, അയ്യോ എന്താ ചെയ്യുക. പിന്നെ അങ്ങനെ കുറേയൊക്കെ അതിനെ മനസ്സിലായി അത്ര വലിയ കേസൊന്നും അല്ല, നമുക്ക് ഇറങ്ങി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോവാം, പുറത്തൊരാളില്ലെങ്കിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് പണിക്കിറങ്ങി. ചപ്പാത്തിയിൽ പണിക്കിറങ്ങി ഒരു 15 ഉറുപ്പ്യ ഉണ്ടാക്കി, 15,000 ഉറുപ്പ്യ ഉണ്ടാക്കി സെറ്റാക്കി നിർത്തി. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവർ ഇറക്കുമ്പോണ്ട് പിന്നെയും 3 മാസം വൈകി എനിക്ക് ഇളകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാനായിട്ട് ഇറങ്ങിക്കോളാം, നിങ്ങളൊന്ന് ഇറക്കണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കലിപ്പായി ഞാൻ വിളിച്ചില്ല. പിന്നെ ഒരു ദിവസം സൂപ്പറിൻ്റെ വിളിച്ചുകൊണ്ട് സൂപ്പറിൻ്റെ വെൽഫെയർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ജാമ്യം കിട്ടി, ജാമ്യം പേപ്പർ ഇപ്പം തന്നെ വരും, എനിക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഈ പേപ്പർ വരുന്ന പാടില്ല. അവസാനം എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഞാൻ സാർ എന്താണ് വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സീനാണ് അങ്ങനെ ഇല്ലടാ വരും ഉറപ്പാണ് പറഞ്ഞിട്ട് വൈകുന്നേരം 6 മണി തന്നെ ലോക്കപ്പ് ആക്കും. ഞാൻ ലോക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുക, നല്ല ഷർട്ടൂരി എന്തായാലും വരില്ല എന്നൊരു ചെറിയൊരു മനസ്സിലുണ്ട്. അപ്പോൾ ഷർട്ടൂരി എല്ലാം ഊരി ഞാൻ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടി ഉള്ളിൽ ക്യാരം ബോർഡൊക്കെ ഉണ്ട്, അപ്പോൾ അത് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ ഒരു സാറ് വന്നിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയിട്ടാണ് പുറത്തിറങ്ങിക്കോ പറഞ്ഞു. നേരെ അപ്പം തന്നെ വിളിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ വെയിറ്റിലേലാണെന്നാണ് പറഞ്ഞത്. എൻ്റെ കള്ളം പറഞ്ഞു വെയിറ്റിലേലാണ്. പക്ഷെ ഞാൻ ഡോറിൽ ചെറിയ ഡോറുണ്ടാവും, അത് തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഇവള് വക്കീൽ അമ്മ എല്ലാവരും ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. നേരെ ഇറങ്ങി നേരെ പോയി സംസാരിച്ച് അവർ ഹാപ്പി. ഇപ്പോ അന്ന് പോലീസ് ഇതുപോലെ കൊണ്ടുപോയപ്പം അപ്പം അഞ്ജുന് മനസ്സിലായല്ലോ അമ്മ ഇതുപോലെ വിളിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അന്ന് പിന്നെ അമ്മയോട് എന്ത് പറഞ്ഞു? അത് ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അമ്മയോട് കുറേ കരഞ്ഞ് എനിക്ക് അത് മതി. അവസാനം അമ്മ തന്നെ പറഞ്ഞു ഇത് എന്ത് കഷ്ടം ഈ പെണ്ണിനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞ്. പിന്നെ അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല. അമ്മ തന്നെ അവൻ കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു. അത് ഇപ്പൊ വിഷ്ണു കൊള്ളത്തില്ലെന്ന് പറയാൻ അമ്മ എന്താണ് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്? അമ്മ പറഞ്ഞ് അവന് ജോലി അങ്ങനെ ഒന്നുമില്ല, പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് അമ്മ കെട്ടിക്കുകയുള്ളു. അമ്മ കല്യാണം നോക്കുന്ന അമ്മ ഒരു ഫാമിലി പോയി അങ്ങനെ. ഇതിപ്പോഴും ഞങ്ങൾ ഇവനുമായിട്ട് മിണ്ടത്തൊന്നുമില്ലല്ലോ അമ്മ, ഞാനുമായിട്ടേ ഉള്ളു, ഇവനെ അടുപ്പിക്കുന്നൊന്നുമില്ല. ഫോൺ വിളിയാലും രണ്ടുപേരും നല്ല വരക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവനാണെങ്കിൽ എന്തെങ്കിലും പറയും, അമ്മ എന്തെങ്കിലും പറയും, അങ്ങനത്തെ പ്രശ്നമാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ട് മാച്ച് ആവത്തില്ല. സംസാരത്തിലായാലും നല്ല ടോപ്പിക്കാണ്. അതൊക്കെ അമ്മയുടെ പ്രശ്നങ്ങള്. പിന്നെ എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് ആരെങ്കിലും കൊണ്ട് അഞ്ജുനെ കല്യാണം കഴിപ്പിക്കണം എന്നുണ്ടായിരുന്നു? അങ്ങനെ ഇല്ലായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കും അങ്ങനെ അമ്മ പറഞ്ഞു. ആ ജോലിയിൽ നിന്നൊക്കെ നോക്കി അങ്ങനെ പറഞ്ഞിട്ടുള്ളു. ഇപ്പോ ആ ഒരു പ്രായത്തില് 12 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. നമുക്ക് ആ സമയത്ത് ക്രഷ് തോന്നും. അതിപ്പോ നമ്മൾക്കിപ്പോ എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് മുതിർന്ന ഒരാളോട് ക്രഷ് ഒക്കെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറും, അല്ലെങ്കിൽ നമ്മൾ അപ്പം പറയും, അത് അങ്ങനെ അങ്ങ് പോകും. ഇത് വീണ്ടും ഇത് തന്നെ മതി എന്ന് തോന്നാൻ എന്താ കാരണം അഞ്ജു? അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഇടയിന്നൊക്കെ പോയി പിന്നെയും പിടിച്ചു. എനിക്ക് അങ്ങനെയല്ല, ഒരു ക്രഷ് തോന്നി. അങ്ങനെ മെസ്സേജ് ആദ്യമായിട്ട് അയച്ച മെസ്സേജ് ഈ ഹായ് ആയിരുന്നു. ഹായ് അയച്ചു, പിന്നെ പരിചയപ്പെട്ട്. പിന്നെ ഇവനാണെങ്കിൽ പറഞ്ഞ് ഒറ്റയടിക്ക് തന്നെ വാവയെന്നാ വിളിച്ചത്. അപ്പൊ അതില്ലേ എന്താ ആദ്യമായിട്ട് കാണുന്ന പെൺപിള്ളേരെയൊക്കെ വാവയെന്ന്? അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ എല്ലാവരും വാവേ ചെക്കന്മാരാണെങ്കിൽ ഇടാ വാവേ എന്താടാ അങ്ങനെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു 12 പേര് ടീം സെറ്റ് ആയിരുന്നു. അതായത് കൊട്ടാൻ പോണ ടീം ഞങ്ങൾ സെറ്റ് ആയിരുന്നു 12 പേര്. അപ്പൊ എല്ലാവരും വാവേ അങ്ങനെ സംസാരിച്ച് എല്ലാവരും അങ്ങനെ ഒരു ടോക്കിങ്ങിൽ ഇവളുടെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ മെസ്സേജ് അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ സത്യം പറയാം അങ്ങനത്തെ അങ്ങനെ സ്കെച്ച് ഇട്ടൊന്നല്ല, അങ്ങനെ വിളിച്ച് ഭാവിന്ന് വിളിച്ച് അങ്ങനെ ഇവളും സംസാരിച്ച് പിന്നെ വോയിസ് അയക്കാൻ തുടങ്ങി. അങ്ങനെ നമ്പർ ഇവള് തന്നു, ഇതാണ് എൻ്റെ നമ്പർ കണ്ടിട്ട് ഞാനും ആ ശരി പറഞ്ഞിട്ട് നമ്പറിൽ വിളിക്കണ വേണ്ടി പറഞ്ഞിട്ട് വിളിച്ചും ചെയ്ത്. പക്ഷേ ഇവളുടെ അമ്മയെടുത്ത്, അതുകൊണ്ട് അമ്മേൻ്റെ നമ്പറാണ്. ഇവര് കുടുംബം ഫുള്ളും ട്വിസ്റ്റാ. ഇവളുടെ നമ്പർ ഇവളുടെ അമ്മ വാട്സപ്പ് ഉപയോഗിക്കും, അമ്മേൻ്റെ നമ്പർ ഇവള് വാട്സപ്പ് ഉപയോഗിക്കും.
അങ്ങനെ ഇവർ രണ്ടും തിരിഞ്ഞ് കളിക്കുക. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പറല്ലേ നമ്മുടെ ഫോൺ നമ്പറാണ് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഞാൻ നേരെ വിളിച്ചപ്പോൾ അമ്മ എടുക്കണം. ഞാൻ നെട്ടി, ഞാൻ ആരാണ് ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചേച്ചീനെ വിളിച്ചാണ് തോന്നുന്നു. ഏത് ചേച്ചിയാണ്? അങ്ങനെ റോങ് ആയി. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത്. പിന്നെ ഇവള് വന്നിട്ടാണ് വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് വിളിച്ച്. നീ എന്തിനാ അമ്മേനെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീയല്ലേ നിൻ്റെ നമ്പർ കൊണ്ട് തന്നു പറഞ്ഞു. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പം നിൻ്റെ വിളിക്കണ നമ്പർ എവിടെയാണ്? ഇതാ പിടിച്ചുകൊണ്ട് വേറെ നമ്പർ തന്നു. അതെന്താ അഞ്ജു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി? അതെന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ ഫോണിൽ തന്നെ 2 ഫോണുണ്ട്. എനിക്ക് ഫോണില്ല, പിന്നെ ഗെയിം കളിക്കാനൊരു ഫോണുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്കായിട്ടൊരു നമ്പർ വാട്സപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ അങ്ങനെ അമ്മയ്ക്ക് വേറെ പേഴ്സണലായിട്ട് ഞാൻ അപ്പോഴും അമ്മയുടെ നമ്പറാണ് കൊടുത്തത് കോളൊക്കെ വിളിക്കുക. അതിൽ വേറെ വാട്സപ്പ് ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും മെസ്സേജ് ഇട്ടാൽ അമ്മ കാണും, ഇതിലാകുമ്പോൾ അമ്മ കാണില്ല. അപ്പോൾ അതായിരുന്നു. ഓ, അപ്പൊ ഈ ജയിലിൽ കയറിയ സമയത്തൊന്നും ഫാമിലി ഒന്നും വന്നില്ലേ ഇറക്കാനൊന്നും? എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല. അതിന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ടീമാണെന്നും പറയാം, അങ്ങനെയും പറയാം. കാരണം അമ്മയില്ല, അമ്മനെ ഞാൻ കണ്ടിട്ടുമില്ല. അമ്മേൻ്റെ ഒരു ടോക്കിങ് ഇഷ്ടമല്ല, അത് വേണ്ട. ഞാൻ പിന്നെ അച്ഛനുണ്ട്, മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി മരിച്ചു ഇപ്പോൾ ഒരു 9 കൊല്ലമായി. മുത്തശ്ശി മരിച്ചവിടെ പിന്നെ ഞാൻ തനിച്ചാണ്, പിന്നെ വേറെ ആരും ഒന്നുമില്ല. പിന്നെ ചേച്ചിമാരുണ്ട്, അവരവൻ്റെ വഴിക്ക് അവരങ്ങനെ കല്യാണം കഴിഞ്ഞ് അവരവൻ്റെ വഴിക്ക് ഇരിക്കണം, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ ഇരിക്കണം. അപ്പൊ ആ സമയത്ത് അങ്ങനെ അച്ഛനൊക്കെ അറിഞ്ഞിരുന്നു? അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, വാർത്തയൊക്കെ വന്നിരുന്നു, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിട്ട്. പിന്നെ അവരിന് പട്ടും കാര്യമില്ല, അവർക്ക് ഇതെങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അറിയുന്ന ടീമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവരിനെ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ പ്രാഗ് എന്തെങ്കിലും ചെയ്യാം. ഒന്നും അറിയാത്ത ആൾക്കാരെ നമ്മൾ എന്ത് വേണ്ടി പ്രാഗണ്? ശരിക്കും അന്ന് നടന്ന കാര്യങ്ങൾ തന്നെയാണോ ഈ വാർത്തയായിട്ടൊക്കെ വന്നിരുന്നത്? അല്ല, നടന്ന കാര്യങ്ങളല്ല. അതിൽ വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ അതിലും കാട്ടി പോലീസുകാരല്ല, അവർക്ക് പേന മതിയല്ല. അവർക്ക് കേസ് സ്ട്രോങ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് എഴുതി വിട്ടാൽ അങ്ങോട്ട്. എന്താണ് പൊതുസ്ഥലത്ത് വെച്ച് കാമുകിയുടെ അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ച് മദ്യം കഴിക്കാൻ പേസ് വെച്ച് കാമുകൻ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിലെ മാല പൊട്ടിക്കാൻ നോക്കി. ഇതൊന്നും നടന്നിട്ടേ ഇല്ല. നമ്മളുടെ അമ്മയടക്കം ഷോക്കായി, ഇതെന്ത് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കണം. അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ചെറിയൊരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി. നമ്മൾ തട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ എനിക്ക് എപ്പോഴോ എറണാകുളം ജില്ല വിട്ട് പോകുമായിരുന്നു. പിന്നെ എനിക്ക് എറണാകുളത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പോകാനേ വഴിയില്ല. പിന്നെ ഇങ്ങനെ ഇവിടെ തട്ടിക്കൊണ്ട് പോകണം വേണ്ടിട്ട് ഞാൻ, കാരണം വന്ന 2 പേരും ഒരു 10 മിനിറ്റ് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അവന്മാർ കാണാനില്ല, അവന്മാർ ജെട്ടിട്ടായി. പിന്നെ അങ്ങനെ ഞാൻ ലോക്കായി. ഈ രണ്ടാമത് ജയിലിൽ പോയതപ്പോ എപ്പോഴാ? അത് ഈ ഇടയ്ക്കായിട്ട് ഇവൾക്ക് 16 വയസ്സുള്ളപ്പോൾ അങ്ങനെ വന്ന് കാണാൻ വന്നു. ഒളിച്ചോടിയാലോ നോക്കി, പോകാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ പോയി. അതപ്പോഴും ഇതായി. എനിക്ക് പിന്നെ പെട്ടെന്ന് ഒറ്റപ്പെട്ട മൈൻഡായി പോയി. വീട്ടുകാരനെ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒറ്റപ്പെട്ടു. എവിടെയെങ്കിലും പോയി സെറ്റായി ജീവിക്കണം എന്നുള്ളൊരു മൈൻഡായി. അപ്പം അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ വരല്ലോ, അത് വീട്ടുകാരൻ്റെ ഇതിലാവും, എങ്ങനെയെങ്കിലൊക്കെ ആവാം. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് വരണ്ടായി ചോദിച്ചു. ഇവള് വന്ന് പുക പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ വിട്ട്. അപ്പൊ ഈ രണ്ടാമത് ഈ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തത് എന്താ? അതും 16-ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായില്ലടാ, വീണ്ടും നീ അകത്ത് പോകത്തില്ലേ? പോയല്ല, ഞങ്ങൾ പോയി. എന്നെ ചെന്നൈയിൽ നിന്ന് പിടിച്ച്. അത് ആലോചിച്ചിട്ടില്ലേ അപ്പോഴൊക്കെ? ഓ, ആലോചിച്ചു. എന്തായാലും പുറത്തു നിന്നിട്ടും കാര്യമൊന്നുമില്ല, അകത്ത് നിന്നിട്ടും കാര്യമില്ല. ഞാൻ എന്തായാലും രണ്ടും കരിപ്പിച്ച് പിടിച്ചാ പിടിക്കട്ടെ വായോ പറഞ്ഞു. ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് ക്രിമിനൽ മൈൻഡ് കയറി. മറ്റേ ട്രെയിനിൽ പോയ പോലീസുകാർ പിടിക്കും, ഫോട്ടോ എന്തെങ്കിലും വരും. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ബസ്സിൽ പോയാലും പിടിക്കും. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ നല്ല ഇവിടുന്ന് പാലക്കാട് വരെ ബസ്സിൽ പോയി. പാലക്കാട് ഞങ്ങൾ വാളയാറ് വരെ ഇങ്ങനെ മെല്ലെ ലിഫ്റ്റ് അടിച്ച് അങ്ങനെ ലിഫ്റ്റ് അടിച്ച് ഞങ്ങൾ ചെന്നൈയിലെത്തി. ലോറി, കാറ്, ബൈക്ക് എല്ലാത്തിലും ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ പോയി. പിക്കപ്പൊക്കെ ലിഫ്റ്റ് അടിച്ച് ചെന്നൈ താമ്പരം എത്തി. ചെന്നൈ താമ്പരം എത്തി. അവിടെ നിന്ന് നേരെ വേറെ ഒരു ബസ് കയറി. അവിടെ നേരെ എൻ്റെ റൂമിൽ പോയി. അങ്ങനെ പോയതും പിടിച്ചു തന്നെ. ഇവിടെ നിന്ന് അവിടെ എത്തേണ്ടത് അവിടെ എൻ്റെ മറ്റേ പരിപാടിക്ക് പോണ റൂം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. അവിടെ ഞങ്ങൾ ടീമായിട്ടല്ലേ പോകുക. അപ്പോൾ എനിക്ക് 2 റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പോയി. അവിടെ നിന്ന് തൂക്കി പോലീസുകാർ. അവിടുത്തെ പോലീസുകാർ പിടിച്ച്. അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ അല്ല അവർക്ക് ഞാൻ ഒരു മണ്ടത്തരം ചെയ്തു. ഇത്രയും കൺഫേം ആയിട്ട് നിന്നു. പക്ഷെ ഫോൺ വിളിച്ച് എൻ്റെ സിമ്മിൽ നിന്ന് ആയിപ്പോയി. അല്ല, എൻ്റെ ഫോണിൽ ഇങ്ങനെ വിളിച്ച് ഞാൻ കമ്പനിക്കാരെ വിളിച്ചും കൂടി ഞാൻ എടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇട്ടാൻ വേണ്ടിട്ട് ആർക്കും അറിയണ്ടാട്ടാൻ വേണ്ടി സ്വിച്ച് ഓഫ് ആക്കി. ട്രേസ് ചെയ്തപ്പോ പരാതി കൊടുത്തു. അപ്പൊ നേരെ അവിടെ ചെന്നൈയിൽ എന്തായാലും പോകുന്ന മനസ്സിലായി. ഞാൻ 4 ദിവസം കേട്ട ചെന്നൈ എത്തണം. കാരണം ലിഫ്റ്റ് അടിച്ചിട്ടില്ല. ഞങ്ങൾ മെല്ലെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ അടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചും ബാത്തും. അപ്പോഴും പേടിയുണ്ട്. ഏത് പോലീസുകാരും കണ്ടാലും പൊക്കും വേണ്ട. അപ്പോഴത്തെ മെയിൻ അങ്ങനെയാണ്. അപ്പം എങ്ങനെയൊക്കെ കൊണ്ട് ചെന്നൈ എത്തി.
ഇങ്ങനെ ഇരിക്കാനടക്കാൻ സമയം തോന്നില്ല, അപ്പോഴേക്കും പോലീസുകാർ വന്ന് തോന്നി. എത്ര രൂപയുണ്ടായിരുന്നു വിഷ്ണു അന്നത്തെ? അന്നത്തൊക്കെ 1000 കമ്മിയേ ഉള്ളൂ, അധികം പൈസ ഒന്നുമില്ല. 1000 രൂപയും കൊണ്ടാണോ നീ പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്? പിന്നെ അവിടെ പരിപാടിക്ക് പോയ പൈസ ഉണ്ടാവില്ല, ആ ഒരു മൈൻഡിൽ അങ്ങനെ ഞാൻ പോയതാ. അഞ്ജു എങ്ങനെ പോയി? അല്ലെങ്കിൽ വിഷ്ണുവിനെ 5 വർഷമായിട്ട് അറിയാം, എന്നാൽ പോലും ഇത് എങ്ങോട്ടാ പോകുന്നത് എന്നൊന്നും അറിയാതെ എങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങി? എനിക്കും കൂടെ ഓക്കെ ആയിരുന്നു, ഞാനും കൂടെ ഓക്കെ ആയിരുന്നു അങ്ങോട്ട് പോയപ്പോ. ഞാൻ എൻ്റെ അടുത്തും കൂടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വാ നമുക്ക് പോവാ, ചുമ്മാ ഒരു കറങ്ങുന്ന രീതി ആവുമല്ലോ എന്ന് പറഞ്ഞ് കറക്കം കൂടുതല, കറങ്ങണ ഒരു മൈൻഡിൽ അങ്ങനെ എൻ്റെ ഒപ്പം വന്നത്. എന്നാലും ഈ ലോറിയിലൊക്കെ ഒരു പേടിയൊക്കെ ആയില്ലേ? കാരണം പല പല ആളുകള്, ലോറിക്കാര്, അപ്പൊ അവരെ കാണുമ്പോ ഒട്ടും അറിയാത്തവരൊക്കെ നാളെ എന്ത് സംഭവിക്കും അറിയാതെ ആ ലോറിക്കകത്തൊക്കെ ഇരുന്ന് പോകുമ്പോൾ പേടിയാവത്തില്ലേ? എനിക്ക് ഇവനുണ്ടല്ലോ അപ്പൊ പേടിയില്ലാതായി. ഇവനാകുമ്പോ എന്നെ നോക്കാൻ വേണ്ടി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ആണോ? എത്ര പേര് ഉറങ്ങിയിട്ടില്ല, ഓളിങ്ങനെ ഉറങ്ങും. പോലീസുകാർ പിടിച്ചപ്പോഴും ഓർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായോ നീ ഒരു തുള്ളി കണ്ണടിച്ചിട്ടില്ല അല്ലേ ഉറങ്ങിക്കോ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയും ചാടാം, ആ ഒരു മൂടായിപ്പോയി ചെന്നൈന്ന്. ഞാൻ പറഞ്ഞു ഒരു ഉറക്കം ഉറങ്ങി. ഇവിടെ പെട്ടെന്ന് തന്നെ നൈറ്റ് അടുപ്പിച്ച്, നൈറ്റല്ല പുലർച്ചയ്ക്ക് പെട്ടെന്ന് ഉറങ്ങും പൂ ചാടാൻ വേണ്ടി. മെല്ലെ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുക, ഞങ്ങൾ മെല്ലെ പൂച്ചനെ പോലെ പതിയെ ചാടി അവിടെ നിന്ന് ഓടി. പക്ഷെ പിടിച്ച് അവിടെ നിന്ന് ഓടി കോയമ്പേട് എത്തിയ വഴിക്ക്, ബസ് സ്റ്റാൻഡ് എത്തിയ വഴിക്ക് തന്നെ ഞങ്ങളെ ലോക്കാക്കി. പിന്നെയും പിടിച്ചപ്പോൾ ഇനി ചാടാൻ പറ്റൂല എന്ന് മനസ്സിലായി. പിന്നെ എറണാകുളത്ത് നിന്ന് പോലീസുകാർ വന്ന് അവിടെ നിന്ന് എന്നെ ഹാൻഡ് ഓവർ ചെയ്ത് ഇവർ നേരെ എന്നെ ഇവിടെ എത്തിച്ചു. അപ്പം ലൈഫിൽ ഏറ്റവും പഠിച്ചൊരു കാര്യവും അല്ലെങ്കിൽ ഞാൻ കുറെ മാറണം തോന്നിയൊരു കാര്യം എന്താ ലൈഫിൽ? എനിക്ക് കുറച്ച് ഫണ്ട് ഉണ്ടാക്കണം, എന്നെ വിശ്വസിച്ച് വന്ന ഒരുത്തിനെ നന്നായി നോക്കണം. സ്വന്തം വീടില്ല എന്നല്ല, ആ വീട് നമുക്കുള്ള തന്നെയാണ്. എന്നാണെങ്കിലും എനിക്ക് അങ്ങോട്ട് കയറി പോയി അമ്മണെങ്കിൽ എനിക്ക് ഇറങ്ങി വരാം, പക്ഷെ അതൊന്ന് സെറ്റാക്കണം. അതൊക്കെയാണ് പൈസ വേണം അല്ലേ? ഇനി മണിയാണ്, മണി അതില്ലാണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. പൈസ ഇല്ലാണ്ട്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കാം. പക്ഷെ സ്നേഹം വാങ്ങാൻ പറ്റൂല, സ്നേഹത്തിന്റെ ഒരുത്തി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഫണ്ട് അതിനെ ഇങ്ങനെ മെല്ലെ മെല്ലെ സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് എപ്പോഴാണ് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഹൈദരാബാദ് പോയി, ഒരു കൊട്ടാൻ പോയി. അപ്പൊ ഇറങ്ങിയിട്ട് ആരും പണി ചെയ്തിരുന്നില്ല. അവന്റെ ചോദിച്ചാൽ നീ അകത്തേ ഇരുന്നില്ല, നീ എന്നെ പണിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വിഷ്ണു? കാരണം ജയിലിൽ കിടന്നിട്ട് വരുമ്പോൾ എല്ലാവരും നമ്മളെ ആ കാണുള്ള കാണുള്ളൂ, പക്ഷെ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കി ഞാൻ ഇപ്പൊ എന്റെ പഴയ ടീമിലത്തെ ഒരു ചേട്ടനെ വിളിച്ച്, ആള് പറഞ്ഞു എടാ നാട്ടിലില്ല, ഹൈദരാബാദ് ഉണ്ട്, നീ പൊയ്ക്കോ പറഞ്ഞു. ഞാൻ നേരെ ഹൈദരാബാദ് കൊട്ടാൻ പോയി. ആ സമയം നോക്കി ഒരു 3 പരിപാടി കിട്ടി എനിക്ക്. ഈ 3 പരിപാടി ഞാൻ ചെയ്ത് നേരെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് കാണണം ഇവളിനെ. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ നേരെ വന്ന് ഇവളുടെ അടുത്തേക്കാണ്, ഇവളുടെ അടുത്ത് വന്ന് കണ്ട് ഞാൻ പിറ്റേ ദിവസം ഇവിടെ നിന്ന് ഹൈദരാബാദിൽ കയറി പോകണം. പിന്നെ ഇവളിനെ കാണണം എന്തായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഫണ്ട് വാങ്ങിയിരുന്ന മെല്ലെ ഇറങ്ങി ഇവളിനെ വന്ന് കണ്ടു. നേരെ എൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരു 2 ദിവസം ഇരുന്ന് ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങളിൽ ആലോചിച്ച് പിന്നെ തിരിച്ച് ഞാൻ കയറാൻ നിൽക്കാം ഹൈദരാബാദ്. അപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് ഞാൻ കയറുകയാണ് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു കണ്ടിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് നേരെ ഇവിടെ എത്തി, ട്രെയിൻ കയറി ഇവിടെ എത്തി. ഇവളിനെ കണ്ട് വൈകുന്നേരമായി പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇവളുടെ അമ്മ വന്ന് കലിപ്പായി, ആൾക്കാരും പുറത്ത് അമ്മയെ റോങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ഇല്ലെങ്കിലേ ഞാൻ തുള്ളിച്ചാടും, പിന്നെ ഇവൾക്ക് 18 വയസ്സ് നിൽക്കില്ല, ഞാൻ വിടുമോ? അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിപ്പോയി ഡ്രസ്സ്. എനിക്ക് അങ്ങോട്ട് ഇളകി. അത്ര നേരം ഞാൻ മിണ്ടാണ്ട് നിന്ന് ഇളകി പോയിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ചെയ്തോ, ഇങ്ങനത്തെയാണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും നീ ചെയ്തോ. അമ്മയോട് എൻ്റെ പേര് എനിക്കറിയില്ല, എൻ്റെ അഡ്രസ്സും അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ നേരെ എന്താ വെച്ചാൽ നിങ്ങൾ വന്നോളി, ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ഉണ്ടാവും, നിങ്ങൾ വന്നോ, എനിക്ക് ഒരു ഇതും നോക്കാനൊന്നും ഇല്ല വേണ്ടി ഞാൻ പോയി. അപ്പോൾ അവിടെ നാട്ടുകാരുടെ അടുത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയ വഴിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു താലി കെട്ടി. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ വഴിക്ക് നേരെ ശിവാമ്പലത്തിൽ പോയിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒരു താലി കെട്ടിയായി. രണ്ടാമത്തെ ഇറങ്ങി 18 വയസ്സായി. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കാണാൻ. ഇറങ്ങിയ വഴിക്ക് നേരെ ഇങ്ങോട്ട് അവിടെ പോയി നിന്ന് അപ്പൊ ആളിങ്ങനെ എത്തി. അമ്പലത്തിൽ പോയി താലി കെട്ടി ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവളുടെ അമ്മ അത് കണ്ടിട്ടുണ്ട്. നേരെ നാട്ടുകാരുടെ ഇവനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ 2-3 ഓട്ടോക്കാർ ചേട്ടന്മാർ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നായ്ക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവൾ എൻ്റെ പെണ്ണാണ്, ഇതാ താലി കണ്ടില്ല, ഇവൾക്ക് 18 വയസ്സും കഴിഞ്ഞിട്ടും ഉണ്ട്, ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് തൂങ്ങണ്ടാ പറഞ്ഞു. അവർ മിണ്ടാണ്ട് 2 സ്റ്റെപ്പ് ബാക്കോട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിന്ന് ഞാൻ ഇവളിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേഷനിൽ വന്നോ. ഞാനും ഇവളിനെ വിളിച്ചിട്ട് മിണ്ടാണ്ട് പോയി. ഇവളെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലൊന്നും വന്നില്ല, ഞാനും പോയൊന്നുമില്ല. ഞാൻ നേരെ ഇടുക്കിയിൽ പോയി, എൻ്റെ കമ്പനിക്കാരൻ്റെ അവിടെ പോയി അഞ്ജുനെയും കൊണ്ട് ഇടുക്കിയിൽ പോയി. അവിടെ 2 ദിവസം ഞങ്ങൾ രാത്രി മൊത്തം ഇവിടെ കറങ്ങണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവിടെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നേരെ പോയി വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ദൈവമേ അതിൽ പഠിച്ച്
അതിൽ രണ്ടാമത് അങ്ങോട്ട് വിട്ടോ ഡ്രസ്സൊക്കെ? ഞാൻ വിട്ട് നേരെ പോയി ഇങ്ങോട്ട് വീണ്ടും എടുത്ത് നേരെ പോയി ഡ്രസ്സ് എടുത്തിട്ട് പടി പറഞ്ഞു. നേരെ പോയി ഇവള് പോയി ഡ്രസ്സ് എടുത്ത് നേരെ ഇറങ്ങി വന്നു. ഞങ്ങൾ നേരെ വിട്ട് ഇടുക്കി പോയി. ഇടുക്കിയിൽ ഒരു 3 ദിവസം നിന്ന് പിന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു സാർ എൻ്റെ നാട് ഇതൊന്നുമല്ല, ഇതെൻ്റെ കമ്പനിക്ക് എൻ്റെ നാടാണ്, ഇവിടെ വന്ന് ഇരുന്നേ ഉള്ളൂ, എനിക്ക് ഹാജരാവണമെങ്കിൽ എൻ്റെ നാട്ടിൽ പോയി ഞാൻ ഹാജരായിക്കോളാം പറഞ്ഞു. അപ്പോൾ കേസിനെ കുറിച്ച് അത്യാവശ്യം എനിക്കറിയാമല്ലോ, എല്ലാ കാര്യവും പഠിച്ചായി 4 കൊല്ലം അകത്തും കടന്നായി. ഇനി എന്താ പറയാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറിന് എനിക്ക് എൻ്റെ നാട് ഇവിടെ അല്ലല്ലോ, എന്താണ് പാലക്കാടല്ലേ, ഞാൻ പാലക്കാട് പോയി കയറിക്കോളാം പറഞ്ഞിട്ട് നേരെ വിളിനെയും വിളിച്ച് ഇറങ്ങി. എന്നെ നന്നായി നോക്കിയിട്ടാ ഫ്രണ്ട് ഇടുക്കിയിട്ട് അവൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിലും പെങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നോക്കി.